നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ 8 മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ആണ് രംഗം. സൂര്യകുമാർ യാദവിനോടൊരു ചോദ്യം വരുന്നു. സഞ്ജു സാംസണിനെ ഇറക്കിക്കൂടെ ഓപ്പണറായിട്ട്, അല്ല നമ്പർ 3-ൽ, ഇങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ആ ചോദ്യവും മറുപടിയും ഒന്ന് ആദ്യം നമ്മൾ കേൾക്കാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. सूर्या, जिस तरीके से स्टार्ट्स हमें नहीं मिल रहे हैं, क्या इस मोनोटोनी को तोड़ने के लिए संजू आ सकते हैं? कल भी हमने देखा काफी लंबा प्रैक्टिस सेशन जो है वो उनका रहा, काफी देर तक उन्होंने पेस वाले विकेट पर, स्पिन वाले विकेट पर भी काफी देर तक रहे. क्या हम आने वाले मैचेस में उनको देखेंगे खेलते हुए? मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं, नंबर 3 में भी. तो मतलब तिलक की जगह खिलाऊं? जिस तरीके से ഇതാണ് സൂര്യയുടെ ഒരു മറുപടി. ആദ്യം സ്വന്തം ടീംമേറ്റാണ്, അയാളെക്കുറിച്ചാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ അഭിഷേകിന് പകരം ഇറക്കണം, അല്ല തിലകിന് പകരമാണ് ഇറക്കേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊരു നല്ല മറുപടിയായിട്ട് തോന്നുന്നില്ല. ഒരു അഗ്ലി സ്മൈലല്ല ഇതിന് കൊടുക്കേണ്ടത്, മറിച്ച് പ്രൊഫഷണലായിട്ടുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നു. സൂര്യ ചോദിക്കുന്നത്, ഞാൻ സഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടി അഭിഷേകിനെ ഡ്രോപ്പ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ല തിലകിനെ ഡ്രോപ്പ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവരോടൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല സഞ്ജുവിന് എന്ന് വരികൾക്കിടയിൽ വായിക്കേണ്ട തരത്തിലുള്ളൊരു ചിരി കൂടി അവിടെ ചേർക്കേണ്ട യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. വേണ്ടടോ, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണ്ട. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? അങ്ങനെ കളിപ്പിച്ചിട്ട് എന്താ സംഭവിച്ച? അഭിഷേക് 12 ബോൾ 15 റൺസ്, തിലക് 1 റൺസ്. എന്തുണ്ടായി? ഓവർ കോൺഫിഡൻസുമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ മുന്നിലേക്ക് ചെന്നിട്ട് കളി അങ്ങ് തോറ്റു വന്നു. ഇനിയിപ്പോൾ 2 കളികളാണ് ബാക്കിയുള്ളത്. ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മേ ബി ട്രൈ ടു റെസ്പെക്ട് യുവർ ടീംമേറ്റ്സ് ആൻഡ് ആൻസർ പ്രൊഫഷണലി നെക്സ്റ്റ് ടൈം എന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ മറുപടി പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. ഒരു കാര്യവുമില്ലാതെ നോക്കുക. ഇതിലിപ്പോൾ അഭിഷേക് ശർമ്മയുടെ പെർഫോമൻസിനെ കുറിച്ച് 3 കളി ഡെക്കായി ഇന്നലെയും, എന്നിട്ട് അതിനനുസരിച്ച് മികവ് കാണിച്ചോ? ഇല്ല. അഭിഷേക് കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയതൊക്കെ ശരി. എന്നിട്ട് ആ ചേർത്ത് നിർത്തലിനനുസരിച്ചുള്ളൊരു മറുപടി കൂടി വേണ്ടേ? ഈ മുഹമ്മദ് ആമിർ, പാകിസ്ഥാനി ബൗളറായിരുന്ന മുഹമ്മദ് ആമിർ, അയാൾ പറഞ്ഞു അഭിഷേക് വെറും ഒരു സ്ലോഗറാണ്. അഭിഷേകിന് തീർച്ചയായിട്ടും ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ അയാൾക്ക് കളിക്കാൻ പറ്റില്ല. ഇത് പറയുന്നത് എപ്പോഴാണെന്നറിയോ? അഭിഷേക് കത്തി നിൽക്കുമ്പോഴാണ്. ഇങ്ങനെ 3 ഡെക്കായ സമയത്തൊന്നുമല്ല. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അയാൾ പറയുകയാണ്, അഭിഷേക് ശർമ്മ ഒരു സ്ലോഗർ മാത്രമാണ്. അഭിഷേക് പന്ത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ പാടുപെടുന്നു. വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങൾ വരും നാളുകളിൽ അയാൾ അനുഭവിക്കേണ്ടി വരും. ഒരു കാര്യം പറഞ്ഞത്. ഒപ്പം പറഞ്ഞു, ഇന്ത്യ മികച്ച ടീമാണ്, പക്ഷേ ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയേക്കാൾ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. സൂര്യകുമാർ യാദവിൻ്റെ ടീമിന് സൂപ്പർ 8-ൽ നിന്നും അവസാന 4 ഇടം പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് മുഹമ്മദ് ആമിർ അന്ന് പ്രെഡിക്റ്റ് ചെയ്താണ്. എല്ലാവരും കൂടി മുഹമ്മദ് ആമിറിന് നേരെ തിരിയുകയും ചെയ്തു. അയാൾ പാകിസ്ഥാനി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും വ്യാപകമായിട്ട് മറ്റു തരത്തിലുള്ള കളറും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് കൊടുക്കപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഹമ്മദ് ആമിർ എപ്പോഴും കോഹ്ലി, രോഹിത് തുടങ്ങിയവരെയൊക്കെ, ബൂംറയൊക്കെ നല്ല രൂപത്തിൽ പാകിസ്ഥാൻ്റെ ടീമിലെ ഏത് കളിക്കാരേക്കാളും മികച്ചവരാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ആളാണെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ 7 അയലത്ത് വരുന്നില്ല എന്ന് വിമർശനവുമായി വന്നിട്ടുള്ള ആളാണ്. ബാബറിനെയും ഷെയ്ൻ ഷാഫ്രീദിയൊക്കെ ടീമിൽ നിന്ന് എപ്പോഴോ പറത്തി വിടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ട്രോളാറുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ പ്രെഡിക്ഷൻസ് പലപ്പോഴും നമുക്ക് അത്ര അങ്ങ് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നടന്നതോ? അയാൾ പറഞ്ഞ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയി. അഭിഷേക് വെറും ഒരു സ്ലോഗറാണ്. സ്ലോഗർ എന്ന് പറഞ്ഞാൽ കൺചിം ഷോട്ട്, ബ്ലൈൻഡ് ഷോട്ട്, കണ്ണും ചിമ്പി അങ്ങ് അടിക്കുന്നവനാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് അതേ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ പറ്റൂ. ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വേൾഡ് കപ്പിൽ USA-ക്കെതിരെ 8 പന്തുകൾ 8 റൺസ്. ഓപ്പണിംഗ് വിക്കറ്റിൽ 1ാം വിക്കറ്റിൽ ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പാണ്. നമീബിയക്കെതിരെ 12 പന്തുകൾ 25 സഞ്ജു അടിച്ച ആ ഇന്നിങ്സ്. പിന്നെ പാകിസ്ഥാനെതിരെ 6 പന്തുകളിൽ നിന്ന് 1 റണ്ണ്. നെതർലൻഡ്സിനെതിരെ 3 പന്തുകളിൽ നിന്ന് 0.
സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 4 പന്തുകളിൽ നിന്ന് 0. ഇപ്പോൾ ഈ കളിച്ച 5 കളികളിൽ 4 കളികളിലും ഇന്ത്യയുടെ ഒരു ഓപ്പണർ ഡെക്കായി പോയിട്ടുണ്ട്. സോ മാറ്റങ്ങൾ അവിടെ അനിവാര്യമാണ് എന്നർത്ഥം. അപ്പോൾ അഭിഷേകും തിലകും കൃത്യമായിട്ട് ഔട്ട് ഓഫ് ഫോമിലാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ഹെവി ബാറ്റിങ്ങുമായിട്ട് ഇറങ്ങുമ്പോൾ എതിരാളികൾ അതിനെതിരെ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ എന്തു മാറ്റം ടീം ഇന്ത്യക്ക് വരുത്താൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ കയറിയിരിക്കുന്നവരിൽ, അതായത് അവൈലബിൾ ഓപ്ഷൻസിൽ സഞ്ജു സാംസൺ മാത്രമാണ് ഇതിന് പകരം പരിഹാരമായിട്ട് ഇറക്കാനുള്ളത്. സഞ്ജുവിനെ എന്തുകൊണ്ട് മിഡിൽ ഓർഡറിൽ ഇറക്കിക്കൂടാന്നുള്ള ചോദ്യമുണ്ട്. അല്ല, മിഡിൽ ഓർഡർ മുതൽ എവിടെ വരെ വേണമെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കാമെന്നല്ലേ നിങ്ങൾ ഇതിനു മുമ്പുള്ള ഏഷ്യ കപ്പിലും മറ്റുമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓപ്പണറായിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതാ ചോദ്യം, അഭിഷേകിന് പകരമാണോ ഇറക്കേണ്ടത്, അതല്ല തിലകിന് പകരം ഇറക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്നിടത്ത് അതാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പക്ഷേ ടെൻഡോഷെ മാധ്യമങ്ങളെ കണ്ടിരുന്നു കളിക്ക് ശേഷം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഞ്ജുവിന് അടുത്ത മത്സരങ്ങൾക്കുള്ള സെലക്ഷൻ കണ്ടൻഡർ ആണ് സഞ്ജുവിന് സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. 4 ടീംസ് ഹാവ് ഓപ്പൺഡ് അപ്പ് വിത്ത് പാർട്ട് ടൈം ഓഫ് സ്പിന്നേഴ്സ്. നമ്മൾ കണ്ടതാണ് 4 ടീമുകൾ ഇന്ത്യക്കെതിരെ പാർട്ട് ടൈം ഓഫ് സ്പിന്നേഴ്സിനെ വെച്ചാണ് ഓപ്പൺ ചെയ്തത്. അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഹാസ് ഇൻറ്റ് ഗോൺ അവർ വേ. ഡു വി സ്റ്റിക്ക് വിത്ത് പ്ലെയേഴ്സ് ഹു ഹാവ് ഡൺ വെൽ ഇൻ ദി ലാസ്റ്റ് 18 months ഓർ ഡു വി ഗെറ്റ് സഞ്ജു ഇൻ? ദാറ്റ്സ് എ കോൾ വി വിൽ ടേക്ക് എന്നാണ്. ആ തീരുമാനം നമ്മൾ എടുക്കും. കഴിഞ്ഞ 10-18 മാസക്കാലമായിട്ട് 1.5 കൊല്ലമായിട്ട് ടീമിന് വേണ്ടി നന്നായി കളിച്ച താരങ്ങളെ തന്നെ ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, അതല്ല സഞ്ജുവിനെ കളിപ്പിക്കണോ, ആ തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. സഞ്ജു സാംസൺ തീർച്ചയായിട്ടും ഒരു ടോക്കിംഗ് പോയിൻ്റ് ആയിരിക്കും വരും ദിവസങ്ങളിൽ ടീം സെലക്ഷനിൽ എന്ന് തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് റയാൻ ടെൻഡോഷെ പറയുന്നുണ്ട്. ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യം സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നു. സഞ്ജു സാംസൺ വിൽ ബി എ ടോക്കിംഗ് പോയിന്റ് ഇൻ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന്. തീർച്ചയായിട്ടും സഞ്ജുവിനെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇനിയിപ്പോൾ സിംബാബ്വെയാണ് അടുത്ത എതിരാളി. അവർക്കെതിരെ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടീം സെലക്ഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നൽ ഇപ്പോൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എന്തിന് അക്സറിനെ പുറത്തിരുത്തി എന്ന ചോദ്യം വരുന്നുണ്ട്. അതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരവൊന്നും എന്തായാലും ഇല്ല. ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. പലപ്പോഴും ടീം കോമ്പിനേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു അഗ്ലി സ്മൈൽ കൊണ്ട് ഉത്തരം പറയുന്നത് ശരിയുമല്ല. പ്രൊഫഷണലായിട്ട് മറുപടി വരട്ടെ. വരും കളികളിൽ എന്ത് സംഭവിക്കുന്നത് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.